Hi, hello everyone. This is Bit by Bit Lumina, Explore Topics with Malavika, and welcoming you all back again to the new episode. എപ്പോഴും നമ്മൾ ഒരു ഇങ്ങനത്തെ ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ അതിന്റെ ബേസിക്സ് അറിഞ്ഞുകൊണ്ട്, എസ്പെഷ്യലി വെൻ വി സേ അബൌട്ട് സയൻസ്, അത് സയൻസ് മാത്രമല്ല ഹിസ്റ്ററി എന്ത് പറയുമ്പോഴും അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബേസിക്സ് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വെൻ വി ടോക്ക് അബൌട്ട് ദ ബേസിക്സ് ഓഫ് സൺ, സ്റ്റാർസ് ആൻഡ് സെലസ്റ്റിയൽ ബോഡി, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റാർ എന്നുള്ളതാണ്. ഒരു സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജനും ഹീലിയവും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. ഇതൊരു ഇൻഡിവിജ്വൽ സെലസ്റ്റിയൽ ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അതായത് കൂട്ടമായ എല്ലാ ഒരു സ്റ്റാർ കാണുക, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഹൈഡ്രജനും ഹീലിയവും ചേർന്നുണ്ടാകുന്ന ഒരു സെലസ്റ്റിയൽ ബോഡീനെയാണ്, അതായത് യൂണിവേഴ്സൽ ആകാശത്ത് കാണുന്ന ഒരു ബോഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത്. സോ എർത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്തിരിക്കുന്ന ഒരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പറയാം അത് സൺ ആണെന്നുള്ളത്, റൈറ്റ്? ഇപ്പൊ സണ്ണിന് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി സൺ അല്ലാതെ എർത്തിനടുത്തുള്ള ഒരു സ്റ്റാർ, ഞാൻ പറയുന്നത് പ്ലാനറ്റിന്റെ കാര്യമല്ല, സ്റ്റാറിന്റെ കാര്യമാണ്. അപ്പം എർത്തിന്റെ അടുത്തിരിക്കുന്ന അടുത്ത ഒരു സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ്. സോ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രോക്സിമ സെഞ്ചുറിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബേസിക്കലി സൺ ഒരു സ്റ്റാർ ആണ്. സ്റ്റാറിന് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോക്സിമ സെഞ്ചുറി ഒരു സ്റ്റാർ ആണെങ്കിൽ ആ പ്രോക്സിമ സെഞ്ചുറിന് ചുറ്റും കുറച്ച് പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ടാവില്ലേ? സോ അങ്ങനത്തെ 2-3 പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ ഒരു പ്ലാനറ്റ് ആണ്, 2 പ്ലാനറ്റ്സ് നമുക്ക് അറിയാവുന്ന 2 പ്ലാനറ്റിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതാണ് ആൽഫ സെഞ്ചുറി എ ആൻഡ് ആൽഫ സെഞ്ചുറി ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. സോ നമ്മുടെ നാസ ഈ ആൽഫ സെഞ്ചുറി സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഇവിടെ ലൈഫ് ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു സ്പേസ് ക്രാഫ്റ്റ് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഇഫ് അത് പോസിബിൾ ആയിട്ട് ആ സ്പേസ് ക്രാഫ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി അത് അറിയാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ ഹോപ്പ് ദാറ്റ് അത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഹാബിറ്റബിൾ സോൺ എന്നുള്ളതാണ്. ഹാബിറ്റബിൾ സോണ് നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും, അതാണ് ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്നത്. സോ ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സ്റ്റാർ, ആ സ്റ്റാറിന് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. സോ സ്റ്റാറിന് അറൗണ്ട് ആയിരിക്കുന്ന പ്ലാനറ്റ്സ് ഉള്ള ഒരു റീജിയൻ, ആ റീജിയനിൽ ഏത് പ്ലാനറ്റിലാണോ ലിക്വിഡ് വാട്ടർ ആ പ്ലാനറ്റിന്റെ സർഫസിൽ കാണുന്നത്, അങ്ങനെ ലിക്വിഡ് വാട്ടർ സർഫസിൽ കാണാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനറ്റ്സും ഇരിക്കുന്ന ആ പെർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ ഗോൾഡിലോക്ക് സോൺ അല്ലെങ്കിൽ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത്. എർത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുക, എർത്ത് ഇരിക്കുന്നത് ഒരു ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോണിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ പിക്ചർ കാണുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മുടെ സണ്ണിന്റെ അടുത്തിരിക്കുന്ന പ്ലാനറ്റ്സ് ആണെങ്കിൽ ഭയങ്കര ഹോട്ട് ആയിട്ടും കാണും, സണ്ണിൽ നിന്ന് ദൂരെയുള്ള പ്ലാനറ്റ്സ് ആണെങ്കിൽ ഭയങ്കര കോൾഡ് ആയിട്ടും കാണും. പക്ഷെ ഈ രണ്ടിന്റെയും ഒരു ബോർഡറേറ്റ് ക്ലൈമറ്റിൽ ഇരിക്കുന്ന പ്ലാനറ്റ്സ് ഉണ്ടാവുമല്ലോ, അവിടെ വാട്ടർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൽ വാട്ടർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ബിക്കോസ് അതൊരു ഹാബിറ്റബിൾ സോണിൽ വരുന്ന പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ. ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോണിലായിരിക്കും സർഫസിൽ വാട്ടർ ഉണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലൈഫ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ എർത്തിൽ വാട്ടർ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ പോസിബിലിറ്റി ഓഫ് ലൈഫ് ഇവിടെ സാധിച്ചല്ലോ. ഇപ്പൊ നമ്മുടെ എർത്തിൽ വാട്ടർ ഉള്ളതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സോളാർ സിസ്റ്റം പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റാറിന്റെ സിസ്റ്റത്തിലോ യൂണിവേഴ്സിലോ ഇത് എർത്ത് ലൈക്കുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അവിടെ ഇതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ വാട്ടറും ലൈഫ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് സയന്റിസ്റ്റുമാരടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ദർ ഇസ് എ പ്ലാനറ്റ് ഒരു 20 ലൈറ്റ് ഇയേഴ്സ് അപ്പുറം ഒരു എക്സോ പ്ലാനറ്റ് ഉണ്ടെന്നും ആ എക്സോ പ്ലാനറ്റ് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് HD 20794 D എന്നാണ് അതിന്റെ പേര്. ഇത് ആക്ച്വലി എർത്തിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ ഒരു 6 മടങ്ങ് എർത്തിനെയും കാട്ടും വലിപ്പമുണ്ട്. ബട്ട് അവിടെ ബേസിക്കലി ഇതുപോലെ തന്നെ ഒരു ഹാബിറ്റബിൾ സോൺ ആണെന്നും അവിടെ ലിക്വിഡ് വാട്ടർ ഉണ്ടെന്നും ആക്ച്വലി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള അതിനൊരു ഇതൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്ലാനറ്റ് നമ്മൾ സൂപ്പർ എർത്തൊന്നും വിളിക്കാറുണ്ട്. ഇത് ഇപ്പൊ അടുത്ത ന്യൂസിൽ വന്നൊരു കാര്യമാണ്. സോ ദാറ്റ്സ് എ റീസൺ വൈ ഐ എം സേയിങ് ദിസ് ടു യു. ഇനി നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട വേറൊരു ബേസിക് കാര്യമാണ്. അതിന്റെ പേരാണ് കുയിപ്പർ ബെൽറ്റ് ഓർ
ട്രാൻസ് നെപ്റ്റ്യൂണിയൻ എന്ന് പറയുന്നത്. സോ എന്താണ് കുയിപ്പർ ബെൽറ്റ് അല്ലെങ്കിൽ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ? സോ നമുക്കറിയാം നമ്മുടെ നെപ്റ്റ്യൂണിന് ഒരു ഓർബിറ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓർബിറ്റ് എന്താണ് എന്നൊന്നും അറിയില്ലെങ്കിൽ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ, സ്പേസ് ടെക്നോളജിയുടെ വീഡിയോയിൽ ഞാൻ ഓർബിറ്റ് എന്താണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഓർബിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ലിങ്ക് കൊടുക്കുക, അവിടെ കയറിയാൽ മതി ആൻഡ് യു വിൽ സീ ഇറ്റ്. സോ ഗൈസ്, ഇനി ഓർബിറ്റിന്റെ മലയാളത്തിൽ ഭ്രമണപഥം എന്നൊക്കെ പറയും. സോ ഈ നെപ്റ്റ്യൂണ് ഒരു ഓർബിറ്റിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാക്കി പോർഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ അല്ലെങ്കിൽ ഒരു ക്യൂയിപ്പർ ബെൽറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ക്യൂയിപ്പർ ബെൽറ്റിനകത്ത് ആക്ച്വലി ഇതൊരു റിംഗ് ആണ്. ആ റിങ്ങിനകത്ത് ഒരുപാട് ഐസി ബോഡീസും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. സോ ഈ കുയിപ്പർ ബെൽറ്റിലുള്ള ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലൂട്ടോ എന്ന് പറയുന്ന പണ്ടൊരു ഗ്രഹമായിരുന്നു, ഇപ്പൊ നമ്മൾ ഗ്രഹമായി കാണുന്നില്ല. ആ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് കുയിപ്പർ ബെൽറ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് we are going to talk about what is an asteroid belt. എന്താണ് ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നുള്ളതാണ്. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ജൂപ്പിറ്ററിന് ഒരു ഓർബിറ്റ് ഉണ്ട്, മാർസിനും ഒരു ഓർബിറ്റ് ഉണ്ട്. ഈ ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിനും മാർസിന് ഓർബിറ്റിനും ഇടയിലാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് ഇരിക്കുന്നത്. എന്താണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിനകത്ത് ഉള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആസ്ട്രോയിഡ് ബെൽറ്റിനകത്ത് ഇരിക്കുന്നത് ആക്ച്വലി ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ബോഡീസ്, അതായത് സോളിഡ് ആയിരിക്കുന്ന ഇറഗുലർ ഷേപ്പിലുള്ള ബോഡീസും മൈനർ പ്ലാനറ്റ്സും ആണ് ആസ്ട്രോയിഡ് ബെൽറ്റിൽ ഇരിക്കുന്നത്. അഗൈൻ ആസ്ട്രോയിഡ് ബെൽറ്റ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിനും മാർസിന്റെ ഓർബിറ്റിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് ഇരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് സംസാരിക്കാൻ പോകുന്നത് വാട്ട്സ് ആൻ ഊർട്ട് ക്ലൗഡ്, എന്താണ് ഊർട്ട് ക്ലൗഡ് എന്നുള്ളതാണ്. ഊർട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ കുയിപ്പർ ബെൽറ്റ് ഇല്ലേ, ആ കുയിപ്പർ ബെൽറ്റ് കഴിഞ്ഞ് സണ്ണിൽ നിന്നും വളരെ ദൂരെയാണ് ഊർട്ട് ക്ലൗഡ് ഇരിക്കുന്നത്. ആൻഡ് വി അസ്യൂം ദാറ്റ് ഈ ഊർട്ട് ക്ലൗഡ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് റീജിയൻ എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും അറിയാവുന്നൊരു കാര്യമാണ് വാൽനക്ഷത്രങ്ങൾ, റൈറ്റ്? കോമെറ്റ്സ് എന്ന് പറയും. ഈ കോമെറ്റ്സ് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഊർട്ട് ക്ലൗഡിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു ഔട്ടർ മോസ്റ്റ് റീജിയൻ ആണെന്നും ഇവിടെ ഒരു വാസ്റ്റ് റിസർവോയർ ഓഫ് ഐസി ബോഡീസ് ഉണ്ടെന്നും ഇതിൽ നിന്നാണ് കോമറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സോ ഇപ്പം നമ്മൾ ഊർട്ട് ക്ലൗഡ്, ആസ്ട്രോയിഡ് ബെൽറ്റ്, കുയിപ്പർ ബെൽറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഷൂമേക്കർ ലെവി എന്ന് പറയുന്ന ഒരു ഇന്റർ പ്ലാനറ്ററി ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. ഷൂമേക്കർ ലെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു കോമറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസ്ട്രോയിഡ് എന്നൊക്കെ പറയാം. ഈ പറഞ്ഞിരിക്കുന്ന സാധനം ജൂലൈ 1994 നമ്മുടെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റുമായി വന്ന് കൊളൈഡ് ചെയ്യുന്നു. അങ്ങനെ ജൂപ്പിറ്ററിൽ ഒരു വലിയ ഡാർക്ക് കളർ ഗർത്തം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ഒരു കൊളിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ഒരു കൊളിഷൻ ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർ പ്ലാനറ്ററി കൊളിഷൻ ആയിട്ടുള്ള ഷൂമേക്കർ ലെവി 9 ഉണ്ടാക്കിയ കൊളിഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഹാവ് ഗിവൺ എൻ പിക്ചർ ഓഫ് ദാറ്റ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സിലും ഒരുപാട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ട് ഈസ് എ ഡോർഫ് പ്ലാനറ്റ് എന്നുള്ളതാണ്. ഒരു ഡോർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുള്ളൻ ഗ്രഹം എന്നൊക്കെ പറയും. സോ ഇതൊരു സെലസ്റ്റൽ ബോഡിയാണ്. ലൈക്ക് അത് സണ്ണിന് ചുറ്റും ബാക്കി പ്ലാനറ്റ്സിനെ പോലെ തന്നെ ഇത് സർക്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്ലാനറ്റ് ആയി കൺസിഡർ ചെയ്യാനുള്ള അത്രയും മാസ് ഇല്ലെങ്കിലാണ് നമ്മൾ ഇതിനൊരു ഡോർഫ് പ്ലാനറ്റ് ആയിട്ട് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. So it has not enough mass to assume it roughly has a round shape എന്നൊക്കെ വേണം പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡോർഫ് പ്ലാനറ്റിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്ലൂട്ടോ. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പിക്ചേഴ്സ്. ഒന്ന് നമ്മൾ സീറസ് എന്ന് വിളിക്കും, പിന്നെ ഹൗമിയെ, മേക്ക് ആൻഡ് എറിസ് എന്നൊക്കെ പറയുന്നത് ഇസ് ആക്ച്വലി ഡോർഫ് പ്ലാനറ്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്ത ഞാനൊരു ചെറിയ കാര്യം പറയാം. പ്ലൂനെറ്റ് എന്താണെന്നുള്ളതാണ്. പ്ലാനറ്റ് അല്ല, പ്ലൂനെറ്റ്. പ്ലൂനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഏർത്തിന്റെ മൂണാണ് നമ്മുടെ മൂൺ. ജൂപ്പിറ്ററിന് ഇതുപോലെ മൂൺസ് ഉണ്ട്, പലർക്കും പല പ്ലാനറ്റ്സിനും മൂണുണ്ട്. നമ്മുടെ മൂണ് നമ്മളിൽ നിന്നും തെന്നി ദൂരോട്ട് പോവാന്ന് വിചാരിച്ചോ. സപ്പോസ് ഒരു ദിവസം നമ്മുടെ മൂണ് തോന്നുകയാണ് എർത്തിനെ വിട്ടങ്ങ് പോകണം, എന്നിട്ട് നമ്മളിൽ നിന്ന് ദൂരെ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലൂനെറ്റ് എന്ന് വിളിക്കുന്നത് എന്നത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ദിസ് ഇസ് അബൌട്ട് പ്ലൂനെറ്റ്. എന്താണ് കോമെറ്റ്, എന്താണ് ആസ്ട്രോയിഡ്, എന്താണ് മീറ്ററോയിഡ്, എന്താണ് മീറ്റിയോർ, എന്താണ് മീറ്റിയോറൈറ്റ്
എന്നുള്ള കാര്യങ്ങളാണ്. സോ ഒരു കോമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസും റോക്കും ഡസ്റ്റും അതുപോലെ തന്നെ ഒരു ആക്ച്വലി ബേസിക്കലി ഒരു ടെയിലും കൂടെ കാണാറുണ്ട്. അപ്പൊ ടെയിലും കൂടെ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും അതർ മെറ്റീരിയൽസും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കോമറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമറ്റ് ഊട്ട് ക്ലൗഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ ഈ കോമറ്റ് പിന്നീട് എന്തായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോമറ്റ് ആണ് പിന്നീട് ആസ്ട്രോയിഡുകളായി മാറുന്നത്. സോ വാട്ട് ഈസ് എൻ ആസ്ട്രോയിഡ്? ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലും നോൺ മെറ്റലിക് റോക്സും കൂടി കൊണ്ടുണ്ടാക്കിയ ഒരു ഒബ്ജക്റ്റ് ആണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് ചെറിയ സെന്റിമീറ്റേഴ്സ് വലിപ്പം മുതൽ 1000 കിലോമീറ്റേഴ്സിന് അത്രയും വലിപ്പം വരെയുള്ള ആസ്ട്രോയിഡ്സ് ഉണ്ടാവാൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ പിന്നീട് നമ്മുടെ ആസ്ട്രോയിഡ് ഈ മീറ്ററോയിഡ് ആയിട്ട് മാറും. വാട്ട് ഈസ് എ മീറ്ററോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്ട്രോയിഡ്സ് ഇല്ലേ പൊട്ടി ഫ്രാഗ്മെന്റ്സ് ആയി മാറി സ്മോളർ, അതായത് 1 മീറ്റർ വൈഡിലും അതുപോലെ തന്നെ നമ്മുടെ സ്പേസിൽ കൂടെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആയി മാറുകയാണെങ്കിൽ അതിന് നമ്മൾ മീറ്ററോയിഡ് എന്ന് പറയും. ഇനി മീറ്ററോയിഡ് എന്താന്ന് മനസ്സിലാക്കി അടുത്തത് മീറ്റിയോർ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മീറ്റിയോർ എന്ന് പറയുന്ന സാധനം ആക്ച്വലി മീറ്ററോയിഡ് നിന്നാണ് ഉണ്ടാകുന്നത്. എപ്പോഴാണോ നമ്മുടെ ഒരു മീറ്ററോയിഡ് മീറ്റിയോറായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ അത് എർത്തിന്റെ സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്നത് മീറ്ററോയിഡ്, അത് മുതൽ അതൊരു മീറ്റിയോറായി മാറിക്കഴിഞ്ഞു. സോ അറ്റ്മോസ്ഫിയറിന്റെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ബേസിക്കലി ഇത് ബേൺ അപ്പ് ആവുന്നു ആൻഡ് ഒരു ലൈറ്റ് ഇതിന്റെ ബാക്കിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് വരുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മളിപ്പോ മീറ്റോർ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് മീറ്റോറൈറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. മീറ്റോറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മീറ്റിയോർ കംപ്ലീറ്റ്ലി ബേൺ അപ്പ് ആവാതെ എർത്തിന്റെ സർഫസിൽ വന്ന് വീഴുകയാണെങ്കിൽ ആ എർത്തിന്റെ സർഫസിൽ വന്ന് വീണ ഒരു സാധനത്തിനാണ് മീറ്റോറൈറ്റ് എന്ന് പറയുന്നത്. 2024 ഒരു ആസ്ട്രോയിഡ് ഭൂമിനെ വന്ന് ഹിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സുബാരു എന്ന് പറയുന്ന ടെലിസ്കോപ്പ് മനസ്സിലാക്കിയില്ല, ഇത് കൺഫേം ചെയ്തു, എർത്തിനത് ഹിറ്റ് ചെയ്യില്ല എന്നൊക്കെ കൺഫേം ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് 2024 വന്നിട്ടുണ്ടായിരുന്നു. യു മൈറ്റ് ബി ഹാവ് സീൻ ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്തത് നമ്മളിപ്പം കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള സണ്ണിനെ കുറിച്ചാണ്. സോ വെൻ വി ടോക്ക് അബൌട്ട് സണ്ണിനെ കുറച്ച് പറയേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് എന്താ സൺ എന്നുള്ളത്, സൺ എന്താണെന്നുള്ളത് വളരെ നന്നായി മനസ്സിലാക്കാം. സോ സൺ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിൽ ഇരിക്കുന്ന ഒരു സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. സണ്ണിന്റെ സർഫസ് ടെമ്പറേച്ചർ ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കോർ എടുക്കുകയാണെങ്കിൽ, അതായത് സണ്ണിന്റെ ഏറ്റവും അകത്തിരിക്കുന്ന കോർ എടുക്കുകയാണെങ്കിൽ 16 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് ബേസിക്കലി സണ്ണിന്റെ കോറിന്റെ ടെമ്പറേച്ചർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ സണ്ണിന്റെ ഡയാമീറ്റർ പറയുകയാണെങ്കിൽ 1.39 മില്യൺ കിലോമീറ്റേഴ്സ്, അതായത് എർത്തിന്റെ ഡയാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു 109 ടൈംസ് വലുതാണ് സണ്ണിന്റെ ഡയാമീറ്റർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ ഡെൻസിറ്റി ഓഫ് ആർ സണ്ണ് നോക്കുകയാണെങ്കിൽ സണ്ണിന്റെ ഡെൻസിറ്റി 1.41 ഗ്രാം പെർ സെന്റിമീറ്റർ, അതായത് എർത്തിന്റെ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു 4 മടങ്ങ് ലെസ് ആണ് സണ്ണിന്റെ ഡെൻസിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി റൊട്ടേഷന്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 7179.73 കിലോമീറ്റേഴ്സ് പെർ അവർ ആണ്. അതായത് എർത്തിനെക്കാട്ടും 4.2 മടങ്ങ് കൂടുതൽ ഫാസ്റ്റ് റേറ്റ് ആണ് സണ്ണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇനി സണ്ണിന്റെ സ്ട്രക്ചർ, ഇപ്പൊ നമ്മൾ സണ്ണിന്റെ ബേസിക് കാര്യം പറഞ്ഞു. ഇനി സണ്ണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സോ കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് സണ്ണിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു റീജിയൻ ഉണ്ട്, അതാണ് കൊറോണ. സോ കൊറോണ എന്ന് പറയുന്നത് ഏറ്റവും പുറത്തിരിക്കുന്നതാണ്. നമുക്ക് പുറത്തും തുടങ്ങണം, അകത്തും തുടങ്ങണം. നമുക്ക് അകത്തും തുടങ്ങാം, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നില്ലേ. അപ്പം സണ്ണിന്റെ ഏറ്റവും അകത്തിരിക്കുന്നത് കോറാണ്. ഓഫ് കോഴ്സ് നമുക്കും കോർ ഉള്ളതുപോലെ സണ്ണിന് ഒരു കോർ ഉണ്ട്. സോ ഇത് ഇന്നർമോസ്റ്റ് ലെയർ ആണ്. ഈ ഇന്നർമോസ്റ്റ് ലെയറിനകത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് നമുക്ക് അൺഇമാജിനബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ഇവിടെ ഉള്ളത്. 1,50,00,000 മുകളിൽ അത്രയും ടെമ്പറേച്ചർ ബേസിക്കലി എർത്തിന്റെ കോറിൽ തന്നെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കൈകൊള്ളും. അപ്പം ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ആയിരിക്കും ആ കോറിനകത്തിരിക്കുന്ന ഒരു
ചൂട് എന്നൊക്കെ പറയുന്നത് അൺഇമാജിനബിൾ അല്ലേ. അപ്പം ഇതാണ് ഏറ്റവും അകത്തിരിക്കുന്ന ലെയറാണ് കോർ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ലെയറാണ് റേഡിയേറ്റീവ് സോൺ എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ ഇപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന പിക്ചറിലാണെങ്കിലും നിങ്ങൾ സൈഡിൽ കുറച്ച് ചെറിയ ചെറിയ വട്ടത്തിൽ പിക്ചേഴ്സ് ആണെന്നില്ല, അത് നോക്കിയിട്ട് ഈ വലിയ പിക്ചർ നോക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഈ ആരോ മാർക്സ് നോക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ, ബിക്കോസ് ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പം റേഡിയേറ്റീവ് സോണാണ് രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത്. അതായത് അകത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് രണ്ടാമത്തെ സോണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി റേഡിയേറ്റീവ് സോൺ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള റീജിയൻ ആണ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ കോറിൽ നിന്നും വരുന്ന ഹീറ്റിനെ ഈ റേഡിയേറ്റീവ് സോൺ പുറത്തോട്ടേക്ക് റേഡിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കുക. സോ റേഡിയേറ്റീവ് സോൺ കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് വരുന്ന ലെയറാണ് കൺവെക്ഷൻ സോൺ എന്ന് പറയുന്നത്. കൺവെക്ഷൻ സോണിലാണ് ലൈറ്റ് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ എനർജി ഇവിടെ കൺവെൻഷൻ വഴിയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് ഫോട്ടോസ്ഫിയർ ആണ് കഴിഞ്ഞിട്ട് വരുന്ന ലെയർ. ഈ ഫോട്ടോസ്ഫിയറിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സണ്ണിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നീക്കടായതുകൊണ്ട് സണ്ണിനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സർഫസ് ഇല്ലേ, അത് ആക്ച്വലി ഫോട്ടോസ്ഫിയർ ആണ് നമ്മൾ കാണുന്നത്. സോ ദിസ് ഇസ് എ വിസിബിൾ പാർട്ട് ഓഫ് ദ സൺ എന്ന് വേണേ പറയാം. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ലൈറ്റും ആക്ച്വലി ഫോട്ടോസ്ഫിയറിലാണ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് പുറത്തുള്ള ലെയറാണ് ക്രോമോസ്ഫിയർ. സോ ക്രോമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോസ്ഫിയറിനും സണ്ണിന്റെ കൊറോണ ഉണ്ടാവല്ലോ, ഈ കൊറോണയുടെ ഇടയിലുള്ള പോർഷനാണ്. ബേസിക്കലി ഒരു റെഡ് കളേർഡ് പോർഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് സോളാർ എക്ലിപ്സിന്റെ സമയത്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. കൊറോണയാണ്, വിച്ച് ഇസ് ദ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇത് മില്യൺസ് ഓഫ് കിലോമീറ്റർ സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് ഭയങ്കര എക്സ്ട്രീംലി ഹോട്ട് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് എ സൺ എന്നുള്ളത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്തത് മേജറായി നടക്കുന്ന സോളാർ ഫിനോമിനൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഞാനിവിടെ ഈ ഒരു പിക്ചറിൽ എല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് നടക്കുന്ന ഒന്നാമത്തെ സോളാർ ഫിനോമിനയാണ് സോളാർ ഫ്ലെയർസ് എന്ന് പറയുന്നത്. സോളാർ ഫ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ ആയിട്ട് അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ട് ഒരു ബേസ്റ്റ് നടക്കുകയാണ്, എനർജിയുടെയോ റേഡിയേഷൻ്റെതോ ഒരു ബേസ്റ്റ് നടക്കുകയാണ് സണ്ണിന്റെ സർഫസിലെങ്കിൽ ആ ബേസ്റ്റിനെയാണ് നമ്മൾ സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നത് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഉപമിച്ച് പറയാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് വൺ സോളാർ വിൻഡ് ആണ്. സോളാർ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സണ്ണിന്റെ സർഫസിൽ ചാർജ് പാർട്ടിക്കിൾസ് ഒരുപാട് ഉണ്ടാവും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിന്റെ ഒരു കണ്ടിന്യൂസ് സ്ട്രീമിനെയാണ് നമ്മൾ സോളാർ വിൻഡ് എന്ന് വേണ്ടി പറയുന്നത്. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഇനി അടുത്തത് കൊറോണൽ മാസ് ഇജക്ഷൻ എന്താണെന്നാണ് CMEs. സോ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണിന്റെ കൊറോണയിൽ നിന്നും സോളാർ മെറ്റീരിയൽസിന്റെ ഒരു മാസ് ഇറപ്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സണ്ണിൽ നിന്നും കുറെ ഇറപ്ഷൻസ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാരണം ഈ സണ്ണിന്റെ സോളാർ വിൻഡും സോളാർ ഇറപ്ഷൻസും ഒക്കെ കാരണം ഈ സാധനം അറ്റ്മോസ്ഫിയറിൽ ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നറിയാം. ഈ ഏർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ സോളാർ വിൻഡും ഫ്ലെയേഴ്സും കൊറോണൽ മാസ് ഇജക്ഷൻസ് ഒക്കെ കൂടി വരുന്ന സമയത്ത് ഏർത്തിന്റെ രണ്ട് പോളുകളിലും ഇത് വിസിബിളി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ഇന്ററാക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഈ ഇന്ററാക്ഷൻസ് ആണ് ആക്ച്വലി നിങ്ങൾ അറോറ എന്ന് പറഞ്ഞ് കാണുന്ന സാധനമില്ലേ, അത് ഈ ഇന്ററാക്ഷൻസ് ആണ്. സോ ഈ അറോറാസ് പല കളേഴ്സിലുണ്ടാകും. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ അറ്റ്മോസ്ഫിയറിലെ ഓരോ പാർട്ടിക്കിൾസും ആയിട്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഡിഫറെന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നത്. സോ നിങ്ങൾ അറോറാസ് കാണുന്നത് സൗത്ത് പോളിലാണ് നിങ്ങൾ അറോറാസ് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ അറോറ ഓസ്ട്രാലിസിസ് എന്ന് പറയും. അതേസമയം നിങ്ങൾ അറോറ നോർത്തേൺ സൈഡിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഫിൻലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അറോറാസ് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതൊക്കെ വരുന്നത് നോർത്തേൺ സൈഡിലാണല്ലോ. അപ്പം നോർത്തേൺ സൈഡിലാണെങ്കിൽ അറോറ ബൊറിയാലിസിസ് എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്.
സോ ഇതാണ് ബേസിക്കലി എന്താണ് ഈ അറോറയിൽ സംഭവിക്കുന്നതെന്ന് എന്താണ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെല്ലാർ റെവല്യൂഷൻ ആണ്. നമ്മൾ ഈ വീഡിയോന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വാട്ട് ഇസ് എ സ്റ്റെല്ലാർ റെവല്യൂഷൻ? സോ സ്റ്റെല്ലാർ റെവല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സോ സ്റ്റാർ നമ്മുടെ ലൈഫ് എങ്ങനെയാ, നമ്മൾ ചെറുതാകുന്നു, ചെറിയ കുട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഡോളസെന്റ് സ്റ്റേജിൽ വരുന്നു, പിന്നെ അഡൾട്ട്ഹുഡായി, പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡ് റീജിയനിലെത്തി, അതിനുശേഷം നമ്മൾ ഒരു സമയത്ത് ഓൾഡ് ഏജിലേക്ക് പോകും, എന്നിട്ട് നമുക്കൊരു ഡെത്ത് സംഭവിക്കും. ഇതുപോലെ തന്നെ സ്റ്റാറിന് ഒറിജിൻ പോലെ തന്നെ സ്റ്റാറിന് ഒരു ഡെത്ത് ഉണ്ട്. സോ ഈ ഒരു ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ സ്റ്റെല്ലാർ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ സ്റ്റെല്ലാർ റെവല്യൂഷനിൽ ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. സ്റ്റാറിന്റെ ഫോർമേഷനിൽ ആക്ച്വലി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇനീഷ്യലി ഒരു സ്റ്റാർ ഉണ്ടാവുന്നതിന് മുമ്പേ നമ്മുടെ യൂണിവേഴ്സിൽ ഉറപ്പായിട്ടും, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഡസ്റ്റ് ആണെന്നുള്ളത് അറിയാലോ. അപ്പൊ ഡസ്റ്റും അതുപോലെ തന്നെ ഹൈഡ്രജൻ അയോൺസും കൂടെ ചേർന്നിട്ട് ഒരു ക്ലൗഡ് ഫോർമേഷൻ ആണ് ആദ്യം നടക്കുന്നത് സ്റ്റാറിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ. ഇതിനെ നമ്മൾ നെബുള എന്ന് പറയും. അഥവാ നമുക്ക് ഇന്ന് സ്റ്റെല്ലാർ നെബുള എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു സ്റ്റാറിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി ഒരുപാട് വർഷങ്ങൾ, ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഗ്രാവിറ്റി കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും ഹൈഡ്രജനൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് ഇതൊക്കെ അടുത്തോട്ട് ക്ലോസർ ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ഇതിന്റെ ടെമ്പറേച്ചറും കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഈ അടുത്ത് വന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും ഹൈഡ്രജൻ അയോണൊക്കെ കൂടിയ ഒരു സ്റ്റാർ ലൈക്ക് ഒരു റൗണ്ടിൽ ഇരിക്കുന്ന സാധനത്തിന് ഒരു സ്പൈറൽ ഷേപ്പ് ആയിരിക്കും ഇതിനെ നമ്മൾ എന്താ വിളിക്കുക എന്ന് വെച്ചാൽ പ്രോട്ടോ സ്റ്റാർ എന്നാണ് വിളിക്കുക. സോ ഫ്രം നെബുള അല്ലെങ്കിൽ സ്റ്റെല്ലാർ നെബുളയിൽ നിന്ന് പ്രോട്ടോ സ്റ്റാർ ആയി മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു സ്റ്റാർ, ഇപ്പൊ ഞാൻ പറഞ്ഞു ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്ത് വന്നൊരു പ്രോട്ടോ സ്റ്റാർ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ പ്രോട്ടോ സ്റ്റാറിന് ഒരു സ്റ്റാർ ആവാൻ എപ്പോഴാ കഴിയാന്ന് വെച്ചാൽ ഈ ഇതിനകത്തിരിക്കുന്ന കുറെ ഹൈഡ്രജൻ അയോൺസ് ഇല്ലേ, ഈ ഹൈഡ്രജൻ അയോൺസ് ഒക്കെ കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹീലിയം ആറ്റമായി മാറുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ഹീലിയം ആറ്റംസ് ഉണ്ടാവുമല്ലോ, ഹൈഡ്രജൻ അയോൺസ് ഒക്കെ കൂടിയിട്ട് എപ്പോ ഹീലിയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഈ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നത്. ഇങ്ങനെ ഹൈഡ്രജൻ ഹീലിയമായി മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രോട്ടോ സ്റ്റാറിനെ നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർ എന്നാണ് വിളിക്കുക. ഇത് അറൗണ്ട് 10 മില്യൺ വർഷം മുതൽ 10 ബില്യൺ വർഷം വരെ നിൽക്കുന്ന ഒരു ലോങ് പ്രോസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർ ഫോർമേഷൻ എന്ന് പറയുന്ന മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലോങ്ങിൽ നിൽക്കുന്ന ഒരു സ്റ്റേബിൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പീരീഡാണ്. ഈ പീരീഡിനകത്ത് നമുക്കറിയാം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വോളിന്റെ ഒരു സൈഡിൽ ഞാനും മറ്റൊരു സൈഡിൽ വേറൊരാളും നിന്ന് പുഷ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ പുഷ് ചെയ്യുന്നതിൽ ന്യൂക്ലിയർ ഫിഷൻ വഴി ഞാൻ ഉണ്ടാക്കിയ ആ എനർജിയാണ് എന്നെ ഈ പോർഷനിൽ നിന്ന് പുഷ് ചെയ്യിപ്പിക്കുന്നത്. അതേസമയം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഗ്രാവിറ്റിയാണ് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നത്. സോ ഗ്രാവിറ്റി എത്ര പുഷ് ചെയ്യുന്നു അതിനനുസരിച്ച് എനിക്ക് ഇവിടുന്ന് ന്യൂക്ലിയർ ഫിഷൻ വഴി, അതായത് ഹൈഡ്രജൻ മൊത്തത്തിലല്ലല്ലോ ഫ്യൂസ് ആവുന്നത്, കുറച്ച് ഫ്യൂസ് ആവുന്നു, ഹീലിയം ഉണ്ടാവുന്നു, ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവരിങ്ങനെ കണ്ടിന്യൂസ്ലി ഹൈഡ്രജൻ അയോൺസ് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് ഒരു എനർജി ഉണ്ടാക്കുന്നുണ്ട്. ആ എനർജിയാണ് ഇങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു 10 മില്യൺ മുതൽ 10 ബില്യൺ വർഷം വരെ ഇത് ഒരേ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇനി സ്റ്റാറിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇനി സ്റ്റാറിന് അതിന്റെ സൈസിനനുസരിച്ചാണ് പല മാറ്റങ്ങൾ വരുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മുടെ സ്റ്റാറിന് സണ്ണിന്റെ അത്ര സൈസേ ഉള്ളൂ എന്ന് വിചാരിക്കാം. സണ്ണിന്റെ അത്ര സൈസേ ഉള്ളൂവെങ്കിൽ സ്റ്റാറിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സൺ ഉണ്ടായതിൻ്റെ ഉള്ളിൽ കുറെ ഹൈഡ്രജൻ അയോൺസ് കൊണ്ടാണല്ലോ ഇത് മെയിൻ സീക്വൻസ് സ്റ്റാർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ അയോൺസ് ഒക്കെ ഫ്യൂസ് ചെയ്ത് ഹീലിയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസ് ഇല്ല ഹീലിയം ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്രാവിറ്റി, ഇപ്പം എനിക്ക് എനർജി ഇല്ല പുറത്തോട്ടേക്ക് വോള് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ഗ്രാവിറ്റി ഒരുപാട് എന്നെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെച്ചാൽ ഈ സണ്ണിന്റെ വലിപ്പം ഇങ്ങനെ സ്ട്രിങ് ആയി പോകും. ഈ സ്ട്രിങ് ആയി പോകുന്ന സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടി വരികയും ചെയ്യും. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈഡ്രജൻ ഇല്ലല്ലോ, ഇനി ബാക്കി എന്താ അതിനകത്തുള്ള ഇപ്പൊ ഉണ്ടായ ഹീലിയംസ് മാത്രമേ ഉള്ളൂ. ഈ ഹീലിയം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഫ്യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് അയൺ വരെയൊക്കെ അതിൽ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചൂടൊക്കെ കാരണമില്ലേ, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ട്രിങ് ആയിരിക്കുന്ന ഈ സ്റ്റാർ ഭയങ്കര വലുതായിട്ട് മാറും.
ഭയങ്കര വലിയതായിട്ട് മാറും. ഈ വലുതായിരിക്കുന്ന സ്റ്റാർ ആക്ച്വലി ഒരു 3 പ്ലാനറ്റ്സിനെ വിഴുങ്ങാനുള്ള അത്രയും വലിപ്പമുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ. അത്രയും വലിയ സ്റ്റാറായി മാറും. ആൻഡ് ഈ സ്റ്റാർ, അതായത് എർത്തിന് വരെ വിഴുങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്രയും പോർഷന്റെ അത്രയും വലിപ്പം ഉണ്ടാകും. ഇതിനെ നമ്മൾ റെഡ് ജയന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞു സണ്ണിന്റെ അത്ര വലിപ്പമുള്ള സ്റ്റാർസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റെഡ് ജയന്റിലേക്ക് പോവുക. അപ്പൊ നമ്മുടെ സണ്ണും ഒരു റെഡ് ജയന്റ് ആയി മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട് കുറച്ചു കാലം ഡെത്തൊക്കെ ആവുന്ന സമയത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒരു 3-4 പ്ലാനറ്റ്സ് ഒക്കെ വീഴുന്ന അത്ര വലിപ്പത്തിലൊക്കെ നമ്മുടെ സ്റ്റാർ മാറി റെഡ് ജയന്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു റെഡ് ജയന്റ് അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റെഡ് ജയന്റിലുള്ള ഹീലിയം ആറ്റംസ് ഒക്കെ കഴിയുക, ഹൈഡ്രജൻ കഴിഞ്ഞ പോലെ ഹീലിയം മൊത്തം കഴിഞ്ഞാലാണ് റെഡ് ജയന്റ് ഏറ്റവും വലിയ ഇതിലേക്ക് എത്തുക. അപ്പൊ ഇനി റെഡ് ജയന്റിന് എന്തില്ല, ഇനി അങ്ങോട്ടേക്ക് പുഷ് ചെയ്യാൻ എനർജി ഇല്ല. പക്ഷെ ഗ്രാവിറ്റി ഇങ്ങോട്ടേക്ക് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുഷ് ചെയ്യാൻ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കംപ്രസ് ആയി പോകും ഈ റെഡ് ജയന്റ്. അങ്ങനെ ഇതൊരു വൈറ്റ് കളറുള്ള വൈറ്റ് ഡോർഫ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വൈറ്റ് ഡോർഫ് ആയതിനു ശേഷം, വൈറ്റ് ഡോർഫിന് ഇച്ചിരി ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോ ഈ വൈറ്റ് ഡോർഫ് കുറെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് കൂളായിട്ട് ഇതൊരു ബ്ലാക്ക് ഡോർഫ് ആയി മാറുന്നു. സോ ബ്ലാക്ക് ഡോർഫായി മാറുന്നു. ഇതാണ് ബേസിക്കലി ഒരു ചെറിയ സ്റ്റാർ ആണെങ്കിൽ, സൈസ് കുറഞ്ഞ സ്റ്റാർ ആണെങ്കിൽ ഈ സ്റ്റാറിന്റെ എൻഡ് ഇങ്ങനെയായിരിക്കും, ഡെത്ത് ഇങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നമ്മുടെ സണ്ണിനെയും കാട്ടും ഭയങ്കര വലിപ്പമുള്ള ഒരു സ്റ്റാർ ആണ് ഡെത്തിലേക്ക് പോകുന്നതെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ സീക്വൻസ് സ്റ്റാർ ആയി, ആ മെയിൻ സീക്വൻസ് സ്റ്റാറിന് ശേഷം എന്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മെയിൻ സീക്വൻസ് സ്റ്റാർ ആയതിനു ശേഷം ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ അയൺ തീർന്നിട്ടാണ് ഇത് സ്ട്രിങ് ആയി പോകുന്ന. ഹീലിയനൊക്കെ എല്ലാം ഫ്യൂസ് ആയി, ഇനിയൊന്നും ഫ്യൂസ് ആവാനില്ല. അപ്പൊ നമ്മളൊന്ന് സ്ട്രിങ്കിങ് നടക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ അയൺ ഇല്ലാതാവുന്ന ഒരു കണ്ടീഷൻ ഏതിലും വരും, ഈ പറഞ്ഞ മാസീവ് മെയിൻ സീക്വൻസ് സ്റ്റാർസിലും ഉണ്ടാകും. പക്ഷെ ഈ മാസീവ് മെയിൻ സീക്വൻസ് സ്റ്റാർസിൽ ഈ ഹൈഡ്രജൻ കുറവ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ മെയിൻ സീക്വൻസ് സ്റ്റാർ, അതായത് ചെറിയ സ്റ്റാർസിനെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്നാണ് ഇതിലെ ഹൈഡ്രജൻ തീരെ, കാരണം ഒന്നാമത് വലിപ്പമുണ്ടല്ലോ. അപ്പം ഇതിന്റെ അതുകൊണ്ട് തന്നെ ഇതിൽ ഹൈഡ്രജൻ പെട്ടെന്ന് തീരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നിട്ട് ഈ ഹൈഡ്രജൻ തീർന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. നേരത്തെ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹീലിയം ഈ ഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ റെഡ് ജയന്റ് ആയി മാറുന്നു, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ സീക്വൻസ് സ്റ്റാറും വലുതാവും. അതിനെയാണ് നമ്മൾ സൂപ്പർ റെഡ് ജയന്റ് എന്നൊക്കെ വിളിക്കും കേട്ടോ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സമയമാകുമ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ അങ്ങ് സ്റ്റോപ്പ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റെഡ് ജയന്റ് അങ്ങ് പൊട്ടിത്തെറിക്കും. ആൻഡ് ഇതിനെയാണ് നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതോടുകൂടെ ഒരുപാട് ഹീറ്റും ലൈറ്റും ഒക്കെ എമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ നടുവില്, അതായത് സൂപ്പർനോവയുടെ നടുവില് ഭയങ്കരമായ ടെമ്പറേച്ചറും പ്രഷറും ഉണ്ടാകും. ഈ ടെമ്പറേച്ചറും പ്രഷറും കാരണം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെന്റ്സും ഈ സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർനോവ എക്സ്പ്ലോഷൻ കാരണം ഉണ്ടാകുന്ന ലൈറ്റും ഡസ്റ്റും എല്ലാ സാധനങ്ങളും യൂണിവേഴ്സും മൊത്തം അത് പരത്തും. പിന്നെ ബാക്കി എന്തുണ്ടാവുന്ന വെച്ചാൽ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ അത് ന്യൂട്രോൺ സ്റ്റാർ ആയി മാറാം, അല്ലെങ്കിൽ അതിന് ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാകുന്നത്. അപ്പം ഒരുപാട് പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് അയോൺസ് ഒക്കെ കൂടെ നന്നായി കംപ്രസ് ചെയ്യുന്ന സമയത്താണ് ഈ ന്യൂട്രോൺ സ്റ്റാർ ഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ അകത്തിരിക്കുന്ന മാസ് ഭയങ്കര കൂടുതലാണെങ്കിൽ അത് വീണ്ടും സ്ട്രിങ് ആയിട്ട് അത് കൊളാപ്സ് ചെയ്യും. എന്നിട്ടാണ് ഒരു ബ്ലാക്ക് ഹോൾ ഫോം ആവുന്നത്. ബ്ലാക്ക് ഹോളിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റിയാണ്. ഈ ഗ്രാവിറ്റി കാരണം ലൈറ്റിന് പോലും ബ്ലാക്ക് ഹോളിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് നേരിട്ട് ബ്ലാക്ക് ഹോൾ കാണാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് ബ്ലാക്ക് ഹോൾ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന്റെ എഫക്റ്റ് നിയർ ബൈ സ്റ്റാർസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതോടുകൂടി നമ്മൾ സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ ബർത്ത് മുതൽ ഇപ്പം സൈസിനനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ ഡെത്ത് സംഭവിക്കുന്നതെന്ന് വരെ മനസ്സിലാക്കി. നമ്മുടെ സണ്ണ് ഒരു ബ്ലാക്ക് ഹോൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലാക്ക് ഹോൾ ആവില്ല. ബിക്കോസ് സണ്ണിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിനൊരു ബ്ലാക്ക് ഡോർഫായി അത് മരിക്കാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇത് സംഭവിക്കാൻ തന്നെ ബില്യൻസ് ഓഫ് വർഷങ്ങൾ എടുക്കും. അതുകൊണ്ട് ഇപ്പം എന്തായാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യകത ആർക്കും ഇല്ല. ഭീമൻ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിനെ കുറിച്ച് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിയറിറ്റിക്കലി കണ്ടുപിടിച്ചിട്ടുള്ളൂ.
പക്ഷേ ഇത് ഭയങ്കര എന്താ പറയാ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സ്റ്റാർ ആണ് ഡീമൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഇതിന് ഇമ്മൻസ് മാസ് ആൻഡ് ഡാർക്ക് മാറ്റർ ഒക്കെ ഉണ്ട് ആൻഡ് ഓർഡിനറി സ്റ്റാർസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. ആൻഡ് ഇതൊരു പ്യൂർലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീമൺ സ്റ്റാർ എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി ദിസ് ഇസ് വെരി ഫാസിനേറ്റിംഗ് ടു നോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഡാർക്ക് മാറ്റർ സ്റ്റാർ എന്നും ഇതിനൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നും മനസ്സിലാക്കുക. അതായത് ഒരു എന്താ എക്സ്ട്രീം ഗ്രാവിറ്റിയും ടെമ്പറേച്ചറും റേഡിയേഷൻസും ഒക്കെ ഈ ഒരു സ്റ്റാറിനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ അടുത്ത ടൈപ്പ് ഓഫ് ഒരു സ്റ്റാറിന്റെ കാര്യം പറയാം, അതാണ് വേരിയബിൾ സ്റ്റാർ. സോ വേരിയബിൾ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വലി സ്റ്റാറിന് ഓരോ ടൈമിനനുസരിച്ച് അതിന്റെ ബ്രൈറ്റ്നെസ് മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ ഇതിന് കോസ്മിക് ഡിസ്റ്റൻസും സ്റ്റെല്ലാർ റെവല്യൂഷനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നു. രണ്ട് തരത്തിലാണ് നമുക്ക് വേരിയബിൾ സ്റ്റാറിനെ പറയാൻ പറ്റുന്നത്. ഒന്ന് ഇൻട്രിൻസിക് വേരിയബിൾ എന്നും രണ്ടാമത്തതിന് എക്സ്ട്രിൻസിക് വേരിയബിൾ എന്നുമാണ്. സോ ഒരു ഫിസിക്കൽ ചേഞ്ച് വഴിയാണ്, അതായത് സ്റ്റാർ തന്നെ മാറുകയാണെങ്കിൽ നമുക്കതിന് ഇൻട്രിൻസിക് സ്റ്റാർ എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം, അതായത് റൊട്ടേഷനോ എക്ലിപ്സോ കാരണമാണ് ആ സ്റ്റാറിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നതെങ്കിൽ അത് നമ്മൾ എക്സ്ട്രിൻസിക് വേരിയബിൾ ഉള്ള ഒരു വേരിയബിൾ സ്റ്റാർ ആണെന്ന് പറയുന്നു. സോ നമ്മൾ എപ്പോഴെങ്കിലും നേരത്തെ ഞാൻ ബ്ലാക്ക് ഹോളിന്റെ കാര്യം പറയുമ്പോൾ പറയാൻ വിട്ടുവരുമായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ബ്ലാക്ക് ഹോള് പിക്ചർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പിന്റെ കൊളാബറേഷനോടുകൂടെ നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ ഒരു ഫസ്റ്റ് ഡയറക്റ്റ് ഇമേജ് എടുത്തിട്ടുണ്ട്. ഇത് ഗാലക്സി M84 ഉണ്ടായ ഒരു ബ്ലാക്ക് ഹോൾ ആണ്, ഒരു സൂപ്പർ മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളിന്റെ പിക്ചറാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എഗെയിൻ നമുക്ക് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മൊത്തത്തിൽ അങ്ങനെ ഞാൻ എഗെയിൻ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്നും നമുക്കൊരു ബ്ലാക്ക് ഹോളിന് ഈ പറഞ്ഞ കറുത്ത ബ്ലാക്ക് ഹോൾ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിന് ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കുറച്ച് ഇപ്പൊ പ്ലാനറ്റ്സും അടുത്തടുത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ റേഡിയേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഒന്നും നമുക്ക് ഇന്നവരെ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് അഗൈൻ ഇപ്പം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഇമേജ് എന്നൊക്കെ പറയണമെങ്കിൽ എടുക്കാൻ പറ്റിയുള്ള ഒരു ഇമേജാണ് ഗാലക്സി M87 നിന്നും എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ സെലസ്റ്റൽ ബോഡി, സ്റ്റെല്ലാർ റെവല്യൂഷൻ, സൺ ആൻഡ് സ്റ്റാർസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് വുഡ് ഹെൽപ്പ് യു ഓൾ ഗൈസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക്, അതായത് ഈ സ്പേസിനെ കുറിച്ചോ യൂണിവേഴ്സിനെ കുറിച്ചോ പറയുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്, ഫോർ എൻ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റെല്ലാർ റെവല്യൂഷൻ എങ്ങനെയാണ് നെബുള ഉണ്ടാകുന്നത്, നെബുളയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ഒരു 10 ആൾക്കാരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ ദിസ് ഇസ് ബൈ ഫ്രം മാളവിക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരാൻ പോകുന്നത് ഡിഫൻസ് ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാനാണ്. സോ നെക്സ്റ്റ് വീഡിയോ വരെ നിങ്ങൾ കാത്തിരിക്കുക. അൺടിൽ ദെൻ ദിസ് ഇസ് ബൈ ഫ്രം മാളവിക. ലവ് യു ഓൾ ഗൈസ്. ബൈ.